എല്ലാവർക്കും M4 ലേണിംഗിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് UPSCയുടെ സിവിൽ സർവീസ് പ്രിലിംസിലെ സെക്കൻഡ് പേപ്പറായിട്ടുള്ള CSAT പേപ്പറിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അതിൽ എന്തിനാണ് M4 ലേണിംഗ് ഇങ്ങനെ ഒരു സീരീസുമായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്ലാസ്സുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതെന്ന് ചോദിച്ചാൽ, കുറച്ചധികം UPSC ആസ്പിരൻറ്റുകൾ ജനറൽ സ്റ്റഡീസ് 1 അതായത് പ്രിലിംസിലെ ഫസ്റ്റ് പേപ്പറിൽ വളരെ വലിയ മാർക്ക് സ്കോർ ചെയ്യുകയും എന്നാൽ നമ്മുടെ CSAT ക്വാളിഫൈ ചെയ്യാതെ പോവുകയും ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവർക്ക് എന്തിലോട്ടുള്ള എൻട്രി കിട്ടത്തില്ല, മെയിൻസിലോട്ട് കടക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അത് വളരെ സങ്കടമായിട്ടുള്ളൊരവസ്ഥയാണ്. അപ്പോൾ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതിലെ പോരായ്മകൾ എന്തുകൊണ്ടാണ് നമുക്ക് CSAT ക്വാളിഫൈ ചെയ്യാൻ പറ്റാത്തതെന്ന് മനസ്സിലാക്കി കൃത്യമായി നിങ്ങൾക്കൊരു അപ്രോച്ച് തരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ആദ്യം എന്തുകൊണ്ടാണ് നമുക്കിത് ക്വാളിഫൈ ചെയ്യാൻ പറ്റാത്തത് നമുക്ക് നോക്കാം. ഒന്ന്, കുറച്ച് നാളുകളായിട്ട് 2-3 വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ 3-4 വർഷങ്ങളായിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാം, ക്വസ്റ്റ്യൻ്റെ സ്റ്റാൻഡേർഡ് UPSC അല്പം എന്ത് ചെയ്തിട്ടുണ്ട്, വർദ്ധിപ്പിച്ചിട്ടുണ്ട്, ഉറപ്പായിട്ടും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്കാണ്. അത് ഇത്രയേ ഉള്ളൂ. നമുക്കറിയാം ഇതൊരു ക്വാളിഫയിങ് നേച്ചറുള്ള പേപ്പറാണ്. ഒരു ടോട്ടൽ മാർക്കിൻ്റെ 3 വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ഇത് ക്വാളിഫൈ ചെയ്ത് പോകാൻ പറ്റും. അത് നമ്മുടെ മനസ്സിലൊരു ഇൻബിൽറ്റ് ആയിട്ടുള്ളൊരു ധാരണയുണ്ട്, ഓയോ ഇത് വളരെ ഈസിയാണ്, നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്ത് ക്വാളിഫൈ ചെയ്ത് പോകാം. പക്ഷേ ഈ സ്റ്റാൻഡേർഡ് എന്ത് ചെയ്തപ്പോൾ, ഇൻക്രീസ് ചെയ്യിച്ചപ്പോൾ നമുക്ക് ആ ഒരു ആറ്റിറ്റ്യൂഡ് വെച്ചുകൊണ്ട് മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റാറില്ല, ക്വാളിഫൈ ചെയ്യാൻ പറ്റാറില്ല. സോ അതാണ് ഇവിടുത്തെ പ്രധാന കാരണം. അപ്പോൾ നമ്മളത് ഒരു ക്വാളിഫയിങ് നേച്ചർ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, അർഹിക്കുന്ന ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത രീതിയിലുള്ള ഒരു നെഗ്ലക്ഷൻ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, കാണിക്കാറുണ്ട്. അപ്പോൾ അതാണ് ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് CSATന് കുറച്ചധികം ആളുകൾ എന്ത് ചെയ്യുന്നത്, അതായത് GSന് വളരെ സീരിയസ് ആയിട്ട് പഠിക്കുന്നവർ പോലും ക്വാളിഫൈ ആകാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതാണ്. ഓക്കെ, അപ്പോൾ അത് പരിഹരിച്ച് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക എന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സെഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ CSAT ക്വാളിഫൈ ചെയ്യുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുക എന്നുള്ളതാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അതൊന്ന് കൃത്യമായിട്ട് അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, UPSCയുടെ ക്വസ്റ്റ്യൻ്റെ ഒരു ലാംഗ്വേജ് മനസ്സിലാക്കാൻ പറ്റും, എവിടെ നിന്നൊക്കെയാണ് UPSC കൃത്യമായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് ആ UPSC എന്താണ് ഡിമാൻഡ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതനുസരിച്ച് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ആ രീതിയിൽ മാത്രം നമ്മൾ തിങ്ക് ചെയ്താൽ മതി. ഭയങ്കരമായിട്ടുള്ള വലിയ രീതിയിലുള്ള ചിന്തിക്കേണ്ട, എന്താണ് UPSC ഒരു ആസ്പിരൻറ്റിൽ നിന്ന് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു തിങ്കിങ്, ആ ഡിമാൻഡ് മനസ്സിലാക്കി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കിയൊരു കാര്യം, ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്തതിലൂടെയും എക്സാമുകൾ എഴുതിലൂടെയും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യമുണ്ട്. ചില ക്വസ്റ്റ്യൻസ് നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നും. ഓപ്ഷൻസ് കാണുമ്പോൾ നമ്മൾ പേടിച്ചു പോകും, ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ വായിച്ചു നോക്കുമ്പോൾ നമ്മൾ പേടിച്ചു പോകും, നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊരു പ്രീ ഡിറ്റർമിനേഷൻ നമ്മൾ ഒന്ന് തുടങ്ങും. എന്നിട്ട് നമ്മളതിനെ സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യാതെ ജസ്റ്റ് നമ്മൾ എന്തെങ്കിലുമിലൂടെ നമ്മൾ ചെയ്യാൻ നോക്കും, നമുക്ക് കിട്ടുന്നില്ല, നമ്മൾ അതിന് വേണ്ടി കുറേ സമയം കളയും, നമ്മൾ ആൻസർ കിട്ടാതെ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകും, നമ്മളിത് 2-3 ക്വസ്റ്റ്യൻ ആകുമ്പോൾ നമ്മൾ പാനിക്കാവും, നമ്മളുടെ ടൈം പോവും, നമുക്ക് ആവശ്യത്തിനുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാനും പറ്റത്തില്ല, ചെയ്ത് തീർക്കാനും പറ്റത്തില്ല. അപ്പം നമ്മുടെ ക്വാളിഫൈ ചെയ്യാനുള്ള സാധ്യത കുറയും. UPSC CSATൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട, എല്ലാവരും ക്വാളിഫൈ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാരണം മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളതാണ്. മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക, ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം കൂടുന്തോറും നിങ്ങൾ ക്വാളിഫൈ ആകാനുള്ള സാധ്യത കൂടും. സോ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യണം. അപ്പം അതിന് നിങ്ങളെല്ലാവരും കോംപ്രിഹെൻഷൻ ഉറപ്പായിട്ട് എല്ലാവരും ചെയ്യും, കോംപ്രിഹെൻഷൻ ഉറപ്പായിട്ട് എല്ലാവരും ചെയ്യുമെന്ന് എനിക്കറിയാം. സോ നമുക്ക് അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ബേസിക് ന്യൂമറസിയാണ്. ബേസിക് ന്യൂമറസി, ജനറൽ മെൻ്റൽ എബിലിറ്റി ഒക്കെയാണ്. അപ്പോൾ അതിൽ ഈ ബേസിക് ന്യൂമറസിയാണ് നമ്മൾ ഇന്ന് ഇവിടെ നോക്കുന്നത്. ബേസിക് ന്യൂമറസിയിലോട്ട് നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഒരുപാട് ടോപ്പിക്കുകളുണ്ടെങ്കിലും അതിൽ UPSC സ്ഥിരമായിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു സെക്ഷനാണ് നമ്പർ സിസ്റ്റം. നമ്പർ സിസ്റ്റം വളരെയധികം ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കുക, 2025 താരതമ്യേന കമ്പാരിറ്റീവ്ലി കുറച്ച് ഡിഫിക്കൽട്ടായിരുന്ന ഒരു CSAT പേപ്പറാണ് 2025 CSAT പേപ്പർ. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ടോട്ടൽ ന്യൂമറിക്കൽ ക്വസ്റ്റ്യനിൽ നിന്ന് 31 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. 29 കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, 31 ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, 20 നമ്മുടെ ലോജിക്കൽ റീസണിങ്ങും അനാലിറ്റിക്കൽ എബിലിറ്റിയൊക്കെ നോക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അനാലിറ്റിക്കൽ എബിലിറ്റിയൊക്കെ. അപ്പോൾ അതിൽ 31 ക്വസ്റ്റ്യനാണ് ന്യൂമറിക്കൽ ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചത്. അപ്പോൾ ഈ ന്യൂമറിക്കൽ ക്വസ്റ്റ്യനിലെ 31 ക്വസ്റ്റ്യനിൽ 22ഓളം ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്പർ സിസ്റ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. നമ്പർ സിസ്റ്റവുമായി ബന്ധപ്പെട്ടുള്ള ഇൻ്റർ റിലേറ്റഡ് ആയിട്ടുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസും ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ ഈ പറയുന്നതാണ്. നിങ്ങൾ
നമ്പർ സിസ്റ്റം എല്ലാ വർഷവും 2025 മാത്രമല്ല ഒരു നല്ല ശതമാനം ക്വസ്റ്റ്യൻസ് ഈ നമ്പർ സിസ്റ്റത്തിൽ നിന്ന് ചോദിക്കാറുണ്ട്. അപ്പം നമ്പർ സിസ്റ്റം നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉറപ്പായിട്ട് CSAT കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യാനും കഴിയും, കൂടുതൽ ക്വാളിഫയിങ് ആകാനുള്ള സാധ്യത, അതിനൊരു പ്രോബബിലിറ്റി എന്ത് ചെയ്യാനും പറ്റും, നമുക്ക് ഇൻക്രീസ് ചെയ്യിക്കാനും പറ്റും. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുക എന്നുള്ളതാണ്. ന്യൂമറിക്കൽ, അതായത് നമ്പർ സിസ്റ്റവുമായി ബന്ധപ്പെട്ട കുറച്ച് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക ചെയ്ത് നിങ്ങളെ ഒന്ന് ഒരു UPSC ഡിമാൻഡ് ചെയ്യുന്ന ചിന്താഗതി എന്താണ്, എങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഏത് രീതിയിലാണ് UPSC ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യേണ്ടതെന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് PYQs ചെയ്തതിന് ശേഷം നമുക്ക് ടോപ്പിക് കോൺസെപ്റ്റുകൾ പഠിക്കാം. ഓക്കെ ആണല്ലോ? ഏകദേശം എല്ലാവരും കുറച്ചെങ്കിലുമൊക്കെ പഠിച്ചിട്ടുണ്ടാവും. നമ്മളിത് ആർക്ക് വേണ്ടിയിട്ടാണെന്ന് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു 2-3 തവണയെങ്കിലും അല്ലെങ്കിൽ ഒരു തവണയെങ്കിലും പ്രിലിംസ് എഴുതിയിട്ട് ഇരിക്കുന്നവർക്കാണ്. കുറച്ച് കാര്യങ്ങൾ ഐഡിയ ഉള്ളവരെ കുറിച്ചിട്ടാണ് നമ്മൾ ഇതിനകത്ത് കൺസിഡർ ചെയ്യുന്നത് പ്രധാനമായും. ഓക്കെ, നമ്മൾ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ്. ഇതിപ്പോൾ നമ്മൾ എടുക്കുന്നത് ഒരു ആൾറെഡി കുറച്ച് കാര്യങ്ങൾ അറിയാവുന്നവരാണ്, ഈ ടോപ്പിക്സ് ഒക്കെ നോക്കിയിട്ടുള്ളവരെ കുറിച്ചിട്ടാണ്, അവരെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഈ ടോപ്പിക്ക് എടുക്കുന്നത്. ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇത് UPSC 1995 ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ വളരെ റീസെൻ്റ് ആയിട്ടുള്ള പഠിപ്പിക്കുന്നതിന് പകരം നമ്മൾ വളരെ പുറകിലോട്ടുള്ളൊരു ക്വസ്റ്റ്യൻ, അത് ഞാനൊരു UPSCയുടെ ഒരു ഡിമാൻഡ്, ഒരു പാറ്റേൺ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിത് തന്നത്. ഇപ്പോൾ ആക്ച്വലി ഈ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കുമ്പോൾ ദ വാല്യൂ ഓഫ് A-M ഇൻറ്റു B-M ഇൻറ്റു അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട് Y-M ഇൻറ്റു Z-M. സോ ഈ ക്വസ്റ്റ്യനാണ്. ഇതിൻ്റെ ആൻസർ നിങ്ങൾ നോക്കിക്കോ. ഓപ്ഷൻ എ എന്ന് പറയുന്നത് M⁻26 പ്ലസ് AM⁻25 പ്ലസ് ABM⁻24 പ്ലസ് A×B×C അങ്ങനെ Z. അടുത്ത് രണ്ടാമത്തെ ഓപ്ഷൻ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. M⁻26 മൈനസ് A×M⁻25 പ്ലസ് ABM⁻24 പ്ലസ് മൈനസ് A×B×C അങ്ങനെ Z വരാം. ദെൻ ഓപ്ഷൻ സി എന്ന് പറയുന്നത്, സി വളരെ സിമ്പിളായിട്ടുള്ള ഓപ്ഷനാണ്. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് ഇൻഡിറ്റർമിനേറ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നിങ്ങൾ നോക്കുക, ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് A-M ഇൻറ്റു B-M ഇൻറ്റു അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. നമ്മുടെ ആൽഫബറ്റ്സിൽ അവസാനം ഏതാ മക്കളെ? Z-M വരെ പോകുന്നുണ്ട്. ഇതിൻ്റെ ഉത്തരമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ ഒറ്റ നോട്ടത്തിൽ ക്വസ്റ്റ്യൻസ് വായിക്കുന്നു, നമ്മൾ ട്രൈ ചെയ്യുന്നു. നിങ്ങൾ കുറച്ച് വരെയെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. ഇത് പോസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങളുടെ ഓപ്ഷനിൽ ഇത് UPSC ആണ്, UPSCയുടെ എക്സാമാണ്. അപ്പം നിങ്ങളൊരു ചിന്തിക്കുന്ന രീതി എങ്ങനെയാണ്, എന്തോ ഒരു വലിയ ഉത്തരമായിരിക്കും എന്നൊക്കെ രീതിയിൽ ചിന്തിക്കാം. ഓക്കെ, ഞാനിത് പറയുന്നത് ഭയങ്കര അല്ലെങ്കിൽ നന്നായിട്ട് CSAT ചെയ്യുന്നവരെ കുറിച്ചോ അല്ലെങ്കിൽ ഈസി ആയിട്ട് മുൻപ് ചെയ്തിട്ടുള്ളവരെ കുറിച്ചല്ല കേട്ടോ പറയുന്നത്. ആദ്യമായിട്ട് ഈ ക്വസ്റ്റ്യൻ കാണുന്നവരാണ്. ഒരു പക്ഷേ അവർ ഈ രീതിയിൽ അപ്രോച്ച് ചെയ്യാം. അവർ ഈ M⁻26 ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഇതെങ്ങനെ ഈ രീതിയിലോട്ട് കൊണ്ടുവരാം, നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യാനുള്ള സാധ്യതയുണ്ട് അല്ലേ? A-M ഇൻറ്റു B-M. അപ്പോൾ നമ്മൾ ഇതിനിങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇതിനിങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ഒരു കാര്യമില്ല. ജനറലി നമ്മൾ ട്രൈ ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ നോക്കി പോകാനുള്ളൊരു പ്രോബിലിറ്റി, ഒരിക്കലും അങ്ങനെ നോക്കേണ്ട കാര്യം ഇവിടെ ഇല്ല. വളരെ സിമ്പിൾ അപ്രോച്ചാണ്. നിങ്ങൾ നോക്കൂ മക്കളെ, ഇവിടെ A-M ഉണ്ട്, B-M ഉണ്ട്. അങ്ങനെ പോവുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റ് നിങ്ങൾ നോക്കി നോക്കി, ഈ ആൽഫബറ്റ്സിലാണ് ചെയ്യുന്നത്. ആ A-M B-M അടുത്ത് എന്തായിരിക്കും മക്കളെ? C-M ആയിരിക്കും. അടുത്ത് എന്തായിരിക്കും? D-M ആയിരിക്കും. അങ്ങനെ കണ്ടിന്യൂ ചെയ്താൽ പോവുക. ശരിയല്ലേ? A-M എന്ത് മൾട്ടിപ്ലൈ ചെയ്യുന്നു? B-M മൾട്ടിപ്ലൈ ചെയ്യുന്നു. പിന്നെ എന്ത് മൾട്ടിപ്ലൈ ചെയ്യുന്നു? C-M മൾട്ടിപ്ലൈ ചെയ്യുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു? D-M മൾട്ടിപ്ലൈ ചെയ്യുന്നു. അങ്ങനെ പോയി ആരെ വരെ ചെയ്യണം? നമ്മൾ Z-M വരെ ചെയ്യണം. ശരിയല്ലേ? നിങ്ങൾ നോക്കി നോക്കും മക്കളെ, ചെയ്ത് വരുമ്പോൾ ഉറപ്പായിട്ടും ഇതിനിടയ്ക്ക് എവിടെയോ ഒരിടത്ത് M വരത്തില്ലേ? ഉറപ്പായിട്ടും വരും. ഈ M- എന്ന് പറയുന്ന വാല്യൂ എന്തായിരിക്കും? ഇവിടെ 0 ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഏതൊരു നമ്പറിനെയും എനി നമ്പർ, ഞാൻ എന്നെടുക്കാം, ഏതൊരു നമ്പറിനെയും 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ യു വിൽ ഗെറ്റ് 0. ദാറ്റ് ഈസ് എ കോൺസെപ്റ്റ്.
UPSC നോക്കുന്നത് ഈ ഒരു കോൺസെപ്റ്റ് കുട്ടിക്ക് അറിയാവോ, ഇത് റൈറ്റായിട്ട് അപ്രോച്ച് ചെയ്യാൻ അറിയാവോ, റൈറ്റായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ടോ, മനസ്സിലാക്കാൻ പറ്റുന്നുള്ളത് മാത്രമാണ് ഇവിടെ പരിശോധിക്കുന്നത്. നോക്കി നോക്കും മക്കളെ, ഇവിടെ ബാക്കിയൊക്കെ എന്ത് വാല്യൂ കിട്ടിയാലും ഇടയ്ക്ക് ഉറപ്പായിട്ടൊരു 0 വരും. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ആൻസർ ഏതൊക്കെ നമ്പർ വന്നാലും നമ്മൾ എന്തായാലും ഒരു 0 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യേണ്ടി വരും. ഏതൊരു നമ്പറിനെയും, എത്ര വലിയ നമ്പർ ആയിക്കോട്ടെ, എത്ര ചെറിയ നമ്പർ ആയിക്കോട്ടെ, ഏതൊരു നമ്പറിനെയും നിങ്ങൾ എന്ത് ചെയ്യുവാണെങ്കിൽ 0 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് എന്തേ കിട്ടത്തുള്ളൂ, 0 ആണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഉറപ്പായിട്ടും ആരായിരിക്കും മക്കളെ? ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓപ്ഷൻ സി ആണ് ഉത്തരം. സോ നിങ്ങൾ നോക്കി നോക്കടാ, ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്കൊരു ഡിഫിക്കൽട്ടായിട്ട് തോന്നാം, ഓപ്ഷൻ കാണുമ്പോൾ നിങ്ങൾക്കൊരു കോംപ്ലക്സ് ആയിട്ട് തോന്നും. സോ നമ്മൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചിട്ട് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്ത് കഴിഞ്ഞാൽ ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം ഇത്രേ ഉള്ളൂ. ഇതിൽ നിന്നൊരു ഈ ക്വസ്റ്റ്യൻ്റെ ഇതിനേക്കാൾ UPSCയുടെ ഒരു പാറ്റേൺ ആണ് നിങ്ങൾ മനസ്സിലാക്കിയത്. UPSCയുടെ ഡിമാൻഡിങ് ആണ്. മിക്കവാറുള്ള ക്വസ്റ്റ്യനിലെ കാര്യങ്ങൾ ഇതായിരിക്കും. കൃത്യമായിട്ട് നമ്മൾ അതിനോടുള്ള കോൺസെപ്റ്റ് നന്നായിട്ട് അറിഞ്ഞാൽ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ മിക്കവാറും നിങ്ങളൊരു 90% ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് നോക്കിയാലും അനാലിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് നോക്കിയാലും അതിനകത്ത് ഏതെങ്കിലും ഇതുപോലെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങളായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, തെറ്റിക്കുന്നത്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യുന്ന ആളുകൾ ചിലപ്പോൾ A-M നോക്കും, B-M നോക്കും, C-M. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഇതെല്ലാം കൂടി എങ്ങനെ ദൈവമേ മൾട്ടിപ്ലൈ ചെയ്ത് എവിടെ കൂടി എത്തുമെന്ന് നമുക്ക് ഒരു ഐഡിയയും കാണത്തില്ല. പിന്നെ നിങ്ങൾ നോക്കുമ്പോൾ കൊള്ളാം, എല്ലായിടത്തും M ഉണ്ട്, അപ്പോൾ ഒരു 26 ആണല്ലോ ഉള്ളത്, അപ്പോൾ M × 26 എന്നല്ല M⁻26 അങ്ങനെയൊക്കെ ചിന്തിച്ച് പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അതൊന്നും വേണ്ട, ജസ്റ്റ് നമ്മളൊന്ന് ട്രൈ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഇത്തരം ഓപ്ഷൻസ് കണ്ടൊന്നും പേടിക്കരുത്, നമ്മളൊന്ന് ട്രൈ ചെയ്താൽ ആൻസർ കിട്ടും എന്നുള്ളത് മാത്രം മനസ്സിലാക്കാനായിട്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻസ് ഇവിടെ ചെയ്തത്. ഓക്കെ.